ഹായ്, അടിപൊളി ബസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മള് ഓണത്തിന്റെ പാലട പ്രഥമൻ എങ്ങനെയാ ഉണ്ടാക്കുക, സദ്യക്ക് ഉണ്ടാക്കുന്ന പാലട പ്രഥമൻ. അപ്പൊ നമ്മളെ വീട്ടില് ഓണത്തിനൊക്കെ എപ്പോഴും അട അണിഞ്ഞ് ഉണ്ടാക്കിയിട്ട് തലേ ദിവസം തറപ്പിച്ചിട്ടിട്ട് പിറ്റേ ദിവസം അതെടുത്ത് കട്ട് ചെയ്തിട്ടാണ് നമ്മൾ പാലട പായസം ഉണ്ടാക്കുക. അപ്പൊ ഇപ്പൊ പാക്കറ്റ് അടയാണ് എല്ലാവരും യൂസ് ചെയ്യണേ. പക്ഷെ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് ഭയങ്കര ടേസ്റ്റാണ്. നമുക്ക് അതിന്റെ ഇൻഗ്രീഡിയൻസ് ഒന്ന് കാണാം. പ്രോസസ്സ് ഒന്ന് നമുക്ക് നോക്കാം. ഇത് മൂന്ന് കപ്പ് അരിപ്പൊടിയാണ് കേട്ടോ. ഇത് ഉണക്കലേരിയാണ്. ഉണക്കലേരി എപ്പോഴും ഉണക്കലേരിയാണ് നല്ലത് അട ഉണ്ടാക്കാനായിട്ട്. പാലടയ്ക്ക് ഒരു പിങ്ക് കളർ ഉണ്ടാവും ഉണക്കലേരിക്ക്. നല്ലൊരു ഉമ്മി ഫുള്ള് പോവാത്ത കാരണം തന്നെ ഉണക്കലേരിക്ക് ഒരു നല്ല കളർ ഉണ്ടാവും. നമുക്കിതിലേക്ക് ഇനി നെയ്യ് അല്ലെങ്കിൽ വെളിച്ചെണ്ണ, ഞാനിപ്പോൾ ഇവിടെ നെയ്യ് എടുത്തേക്കണേ. വെളിച്ചെണ്ണ ആയാലും കുഴപ്പമൊന്നുമില്ല, ഒരുപാടൊന്നും ഒഴിക്കില്ല, അപ്പോൾ ടേസ്റ്റ് ഒന്നും അങ്ങനെ വരില്ല. അപ്പോൾ നമുക്കൊന്ന് അടയിൽ വിട്ടു പോരാനാണ് കേട്ടോ ഇത്. ഒരു 2 സ്പൂൺ നെയ്യ്. ഇതിലേക്ക് വെള്ളം കുറേശ്ശെ ഒഴിച്ച് നമ്മൾ കുഴക്കണം. പച്ചപ്പൊടിയാവുകൊണ്ട് വെള്ളം ഒഴിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. എന്താ വെച്ചാൽ പെട്ടെന്ന് വെള്ളം വളരെ കുറച്ച് വേണ്ട പച്ചപ്പൊടിയിലേക്ക്. കുറച്ചൊരു പഞ്ചസാരയും കൂടി ഇടുന്നുണ്ട് കേട്ടോ, ഒരു 2 സ്പൂൺ. നമ്മുടെ കണ്ട മാവ് തേയി ഒരു പരിപാടി വേണ്ടിയിട്ട് നമുക്ക് അണിഞ്ഞു കഴിഞ്ഞാൽ കൈ കൊണ്ടാണ് നമ്മൾ അണിയുമ്പോൾ ഇങ്ങനെ വീഴണം. ആ ഒരു പരുവത്തിലാണ് മാവ് കുഴക്കേണ്ടത്. ഇനി നമുക്ക് ബാക്കി എന്തൊക്കെയാ വേണ്ടതെന്ന് നോക്കാം. നമ്മൾ വെണ്ണ എടുത്തിട്ടുണ്ട്. വെണ്ണയ്ക്ക് അങ്ങനെ കണക്കൊന്നുമില്ല. ഇതിപ്പോൾ ഒരു 50 ഗ്രാം എണ്ണ ഉണ്ടാവും. പിന്നെ നമ്മൾ പാലാണ് മെയിനായിട്ട് വേണ്ടത്. അപ്പം നമ്മൾ സൊസൈറ്റിയിൽ നിന്ന് വാങ്ങണ ക്രീമുള്ള പാലാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് അതാണ്. നമുക്കതിവിടെ വളരെ കുറച്ച് നമ്മൾ ചേർക്കുന്നുണ്ട്. ബാക്കി മിൽമയുടെ ഈ പാല് 3 ലിറ്റർ പാലാണ് എല്ലാം കൂടി. ഇത് 2.5 ലിറ്ററും പിന്നെ ഇതൊരു 1/2 ലിറ്ററിലും മേലെ ഉണ്ടാവും. ഇത്രയാണ് നമ്മൾ പാലെടുത്തേക്കണത്. ഇത് വറ്റി വരണം. പിന്നെ നമുക്ക് പഞ്ചസാര ഒരു 3/4 കിലോ പഞ്ചസാരോളം ഉണ്ട് ഇത് ഇത്രയും പാലിലേക്ക്. പിന്നെ മെയിനായിട്ട് ഇലയാണ്. ഇല നമ്മൾ തലേ ദിവസം തന്നെ വെട്ടിയിട്ടൊരു സാധാരണ വെയിലത്ത് ഒരു 2 മണിക്കൂർ ഇട്ടിട്ട് വാട്ടിയെടുക്കുക ചെയ്തു. ഇപ്പം ഞാൻ മഴയാവുക കാരണം നമുക്ക് ആ സൗകര്യം കിട്ടിയില്ല. അപ്പം നമ്മളിത് എടുത്തിട്ട് മറ്റേ തീയിൽ ഗ്യാസിൽ വെച്ചിട്ട് വാട്ടിയെടുത്തിട്ടുണ്ട്. അതിന് ഈ തണ്ടൊക്കെ കളയണം കേട്ടോ, അപ്പോഴേ നമുക്കിത് ചുരുട്ടാൻ പറ്റുള്ളൂ. അപ്പം ആവശ്യത്തിന് ഇല എടുക്കണം. പിന്നെ നമുക്കത് കെട്ടാൻ വേണ്ടിയിട്ട് ഈ തണ്ട് ചെറുതായിട്ട് ഇതുപോലെ കീറിയെടുക്കണം കെട്ടാൻ വേണ്ടി. വാഴയുടെ നാരായാലും മതി, ഇതിൻ്റെ തണ്ടാണ് കുറച്ചും കൂടി നല്ലത്. അപ്പം ഇത് ചെറുതായിട്ട് ഇതുപോലെ കീറിയെടുക്കണം. അപ്പം ഇത്ര നമ്മൾ ഇല മലത്തിയിട്ടല്ല കേട്ടോ വയ്ക്കുക. ഈ ഭാഗം കമത്തി വെച്ചിട്ട് പുറം ഭാഗത്താണ് നമ്മൾ അട അണിയുന്നത്. അതെപ്പോഴും ശ്രദ്ധിക്കണം. അപ്പം എല്ലാം നല്ല ക്ലീൻ ആയിരിക്കണം. പുറം ഭാഗത്തും നമ്മൾ വൃത്തികേടൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ തുടച്ച് കഴുകി എന്നിട്ട് വേണം വാട്ടാനായിട്ട്. അപ്പോൾ ഇനി നമുക്ക് അണിയണത് എങ്ങനെയാണെന്നൊന്ന് നോക്കാം. കൈ തന്നെയാണ് കേട്ടോ ഇതിന് ഉപയോഗിക്കുക. ഗ്ലൗസ് ഒന്നും ഇട്ടാൽ നമുക്ക് ശരിയാവില്ല. ഇതൊക്കെ കൈ കൊണ്ടുള്ള പ്രോസസ്സാണ്. ഒരു സ്വല്പം വെള്ളം കൂടി വേണമെങ്കിൽ ചേർക്കാം. നമുക്ക് എടുത്ത അങ്ങനെ അണിഞ്ഞാ വീഴണം ആ ഒരു പാകം. കണ്ടോ? അപ്പോൾ ഒരിലയുടെ മുകളിൽ ഇത് ഇങ്ങനെ ഒരില ഇട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഒരുമിച്ച് അതിനെ ചുരുട്ടാൻ പറ്റും. അധികം അറ്റത്തേക്ക് അധികം അണിയണ്ട. നമ്മൾ എവിടെന്നാ ചുരുട്ടിന ആ ഭാഗം നല്ലോണം അണിയുക. ചുറ്റി വരുമ്പോ ഈ മാവൊക്കെ അങ്ങോട്ട് ആയിക്കോളും. ഇനി നമ്മളിത് ടൈറ്റായിട്ട് ഇതിങ്ങനെ നന്നായി ടൈറ്റായിട്ട് ചുറ്റി കൊടുക്കണം. ഉണ്ടോ? മാവപ്പം ഇങ്ങനെ നീങ്ങി അപ്പുറത്തെ സൈഡിലേക്കൊക്കെ വന്നോളും. അണിയൽ കുറച്ച് മതി, അതെല്ലായിടത്തേക്കും സ്പ്രെഡ് ആയിക്കോളും ഈ ഇങ്ങനെ ചുരുട്ടി വരുമ്പോൾ. ഇതിപ്പോൾ 2 ഇല കേട്ടോ. കണ്ടോ? ഒരുമിച്ച് നമുക്ക് ഇങ്ങനെ ചുറ്റിയെടുക്കാം. ഇത് കംപ്ലീറ്റ് പ്രോസസ്സ് ഇങ്ങനെ ചെയ്യണം നമ്മൾ. കുറച്ച് മാവ് എക്സ്ട്രാ വന്നാലും കുഴപ്പമില്ല. അതുകൊണ്ടാണ് ന്യൂസ് പേപ്പർ ഇട്ടേക്കണത്. അത് പുറത്തേക്ക് ആയാലും
അത് കുഴപ്പമില്ല. കണ്ടോ, ഇതിങ്ങനെ പുറത്തേക്ക് വരും, ചുറ്റി വരുമ്പോൾ. ഇനി നമ്മളിതിനെ നല്ല ടൈറ്റായിട്ട് കെട്ടി കൊടുക്കുക. അപ്പോൾ വെള്ളം ഞാനിവിടെ തിളപ്പിച്ചിട്ടിട്ടുണ്ട്. അതിനൊന്ന് ഓണാക്കിക്കോളൂ. ഞാൻ ഓൾറെഡി അത് മുന്നേ തന്നെ തിളപ്പിച്ചിട്ടിട്ടുള്ള. അപ്പോൾ വെള്ളം വെട്ടി തിളക്കുന്നുണ്ട്, അതിലേക്ക് ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ അട വെള്ളത്തിൽ അലിഞ്ഞു പോകും. അപ്പോൾ തിളയ്ക്കുന്ന വെള്ളത്തിലേക്കാണ് നമ്മളിത് ഇട്ട് കൊടുക്കേണ്ടത്. ഇത് നന്നായി ടൈറ്റായി കെട്ടും വേണം, അല്ലെങ്കിൽ വെള്ളം ഉള്ളിൽ കയറി കഴിഞ്ഞാൽ അട മുഴുവൻ വെള്ളത്തിലേക്ക് അലിഞ്ഞ് പോകും. നല്ല ടൈറ്റായിട്ട് മടക്കും വേണം, ടൈറ്റായിട്ട് കെട്ടും വേണം. ഇത്തിരി വലിയ ഇലയായിപ്പോയി, ഒന്ന് ഒടിച്ചിടേണ്ടി വരും. ഇതൊന്ന് നന്നായി തിളച്ച് കഴിഞ്ഞാൽ ഇത് വെന്ത് കിട്ടും. അതിന് ശേഷം നമുക്ക് ബാക്കി കാര്യം. നമ്മുടെ അട വെന്തിട്ടുണ്ട് കേട്ടോ. ഒരു 10 മിനിറ്റ് ആയി. തിളച്ച വെള്ളത്തിലേക്കാണ് നമ്മളിട്ടാൽ നമുക്ക് ഇതിനെ എടുക്കാൻ. ഞാൻ ഇപ്പം തണുത്ത വെള്ളത്തിലേക്ക് ഇടണേ കേട്ടോ. നമുക്ക് ഇനി അട അതിന്ന് എടുക്കണം, തണുത്താലേ എടുക്കാൻ പറ്റുള്ളൂ. അട തണുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളിതിനെ ഒന്ന് അഴിച്ചെടുക്കാം. ഇതാണ് നമ്മുടെ അട. ഇതിന് ഫുള്ള് ഇതൊന്ന് മാറ്റിയെടുക്കണം. ഇങ്ങനെ വരും വിട്ട്. എന്നിട്ട് തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ഇങ്ങനെ കിട്ടും. കണ്ടോ, നല്ല നൈസായിട്ടുള്ള അടയാണ്. ഇത് നല്ല കളറും ഉണ്ട്, ഒരു പിങ്ക് കളറുണ്ട് അടയ്ക്ക്. ഈ ഉണക്കലേരി ആവുകൊണ്ട് ആണ് ആ കളറ് തന്നിക്കണത്. ഇതിന്നൊക്കെ നമുക്കിതുപോലെ ഉതിർത്തെടുക്കണം, എന്നിട്ട് ഇതിനെ കട്ട് ചെയ്യണം. അപ്പോൾ നമുക്കിത് അട നമ്മൾ ഇലയിൽ നിന്ന് മാറ്റി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് കട്ട് ചെയ്യണം. വല്ലാണ്ട് ചെറുതാക്കണ്ട കേട്ടോ. എന്താ വെച്ചാൽ നമ്മളിത് വീട്ടിലുണ്ടാക്കിയ അടയല്ലേ, അപ്പോൾ അത് ഉടഞ്ഞു പോവും. സോഫ്റ്റാണ്. ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. അതേ തീ കത്തിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ അടുപ്പിലാണ് ഉണ്ടാക്കണേ. നമുക്കിതിലേക്ക് ആദ്യം കുറച്ച് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളം ഒഴിച്ചിട്ട് അല്ലെങ്കിൽ അടി പിടിക്കും, ഫുൾ അടിയിൽ പിടിച്ച് ഇതാവും. പിന്നെ ഈ പാല് നമ്മളെപ്പോഴും പാൽപ്പായസം ഉണ്ടാകുമ്പോൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചാൽ പാല് പറ്റി വരുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ ഇത്രയും വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമുക്ക് പാല് ഒഴിച്ചു കൊടുക്കാം. ഈ പാല് നന്നായി തിളച്ച് വറ്റി കുറുകി വരണം. അതിന് കുറച്ച് ടൈം എടുക്കും. പിന്നെ എല്ലാറ്റിലും ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് കേട്ടോ. പായസത്തിൻ്റെ പാല് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. പാല് തിളച്ച് വരുന്നേ ഉള്ളൂ, തിളച്ചിട്ടില്ല. നമ്മളിത് പാല് വെച്ചിട്ട് ഇത് 1 അരമണിക്കൂറായി കേട്ടോ. പാലൊക്കെ ഇതേ ഒന്ന് വറ്റി കുറുകിയുണ്ട്. ഇനി നമുക്ക് പഞ്ചസാര ഇട്ടിട്ട് ഒന്ന് വറ്റണം, എന്നിട്ട് നമ്മൾ അടയിടുള്ളൂ. അട നമ്മൾ വീട്ടിലുണ്ടാക്കിയ അടയാവുകൊണ്ട് ഭയങ്കര സോഫ്റ്റാണ്. അപ്പോൾ പഞ്ചസാര ഇട്ടിട്ട് ഒന്ന് വറ്റിയിട്ടാണ് നമ്മൾ അടയിടുള്ളൂ. പഞ്ചസാര ഞാനിപ്പോൾ ഒരു 3/4 ഭാഗം ഇടുന്നുള്ളൂ കേട്ടോ. പിന്നെ മധുരം നോക്കിയിട്ട് ഓരോരുത്തരുടെ മധുരം അനുസരിച്ചിട്ട് ഇട്ടാൽ മതി. ഇതിപ്പോൾ ഇത്രയും ഇട്ടിട്ട് നമുക്ക് നോക്കിയിട്ട് പിന്നെ വേണമെങ്കിൽ ഇടാം. പാല് ഇവിടെ ഒരുവിധമൊക്കെ വറ്റി പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് കേട്ടോ. ഇനി നമ്മൾ അടയിടാൻ പോവാണ്. അടയിടുന്നതോട് കൂടി തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ കട്ട പിടിക്കും. വാഴയുടെ നാര് അടയുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ അടയും പാലും പഞ്ചസാരയും കൂടി ഒന്ന് ചേർന്ന് വരണം കേട്ടോ. അപ്പൊ ഒന്നും കൂടി ഒന്ന് നന്നായി തിളച്ചാൽ നമുക്കിത് വാങ്ങാം. പിന്നെ നമ്മളിതിൽ അണ്ടിപ്പരിപ്പോ മുന്തിരി ഒന്നും ഇടില്ല കേട്ടോ. വെറും വെണ്ണ മാത്രം, അതും സോൾട്ട് ഇല്ലാത്ത നമ്മൾ വീട്ടിലെടുത്ത ബട്ടറാണ്, അതാണ് ചേർക്കുന്നത്. അതിൽ മോര് നല്ലോണം വെള്ളത്തിലിട്ടിട്ട് കഴുകി കളഞ്ഞിട്ട് വേണം ചേർക്കാൻ, അല്ലെങ്കിൽ ഈ പാല് പിരിഞ്ഞു പോകും. പിന്നെ ഈ പാലടയുടെ ഉത്ഭവം നമ്മുടെ തൃശ്ശൂരാണ്. അതെല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. തൃശ്ശൂർ അമ്പിസ്വാമിയുടെ പാലട പായസം ഭയങ്കര ഫേമസ് ആണ്. ആളാണ് പാലട കണ്ടുപിടിച്ചത്. അപ്പോൾ തൃശ്ശൂർക്കാർക്ക് ഒരു അഭിമാനിക്കാവുന്ന കാര്യമാണ് പാലട. ഭയങ്കര ഫേമസ് ആണ് തൃശ്ശൂർക്കാരുടെ പാലട. അപ്പോൾ അത് നല്ലോണം കുറുകിട്ടോ. നമ്മളിനി ഇത് വാങ്ങി കഴിഞ്ഞ് ഒരു ഉരുളിയുടെ പാകം കൂടി ഉണ്ട്. ഉരുളിയിൽ ഇരുന്നിട്ടൊന്ന് പാകം വരും. നമുക്കത് വാങ്ങാം.
നമ്മൾ വാങ്ങി വെച്ചിട്ടാണ് ബട്ടർ ചേർക്കുക. എന്താ വെച്ചാൽ എന്നിട്ട് പിന്നെ ബട്ടർ ചേർത്ത് കുറച്ച് നേരം ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. ഈ ബട്ടർ മാത്രമേ അതിൽ ചേർക്കുള്ളൂ കേട്ടോ, ഏലക്കായ ഒന്നും ചേർക്കില്ല. അത് ഇതിന്റെ ഒരു ടേസ്റ്റാണ്. പാല് കുറുകി വരുന്നതും ഈ ബട്ടറിന്റെ ഒരു ടേസ്റ്റാണ് പാലടയുടെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ. ശരിയായിട്ടുള്ള പാലട അങ്ങനെയാണ്. രണ്ടിപ്പരിപ്പോ മുന്തിരി ഒന്നും ഇടില്ല, ഇത് മാത്രമാണ് ചേർക്കുന്നത്. ഇതിനെ ഇത് ഉരുളിയിലിരുന്ന് ഒന്നുകൂടി ഒന്ന് പാകാവും, ഒന്നും കൂടി കുറുകി വരും. ഉണ്ടാവും നല്ല. ഇതിൽ മിൽക്ക് മേഡോ ഒന്നും ചേർത്തിട്ടില്ല നമ്മൾ. എല്ലാവരും ഇതുപോലെ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ ഇലയിൽ അണിഞ്ഞ് അടയുണ്ടാക്കി പായസം ഉണ്ടാക്കാനായിട്ട് അത് ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ. നമ്മൾ അട വാങ്ങിയിട്ട് ഉണ്ടാക്കണതും ഇതും തമ്മിൽ ടേസ്റ്റിന് വളരെ വ്യത്യാസമുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻസ് അറിയിക്കുക, ബെല്ലൈക്കനൂടെ ഒന്ന് അമർത്തി കൊടുക്കണം. എല്ലാ ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. വീണ്ടും ഒരു നല്ല വീഡിയോ വരുന്നവരേക്കും ഓക്കെ ബൈ.